മലപ്പുറം കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ 2ാം വാർഡ് പടിഞ്ഞാറ്റുമുറിയിൽ ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അസ്മ ജലാലാണ് മത്സരിക്കുന്നത്. നേരത്തെ ഈ വാർഡിൽ അവരുടെ ഭർത്താവ് ജലാലായിരുന്നു. ഇപ്പം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രചരണ രംഗത്ത് നടക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള ഈ വാർഡ് മെമ്പർ ജലാലാണ്. അപ്പം ഇനി അടുത്തത് ഭാര്യയാണ് വരാൻ പോകുന്നത്. അതെ, ജനങ്ങള് ഒന്നാകെ, അതായത് വാർഡിലെ നിവാസികളും പിന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിരന്തരമായിട്ട് എന്ത് ചെയ്തു, അതിയായ സമ്മർദ്ദം. ആ സമ്മർദ്ദത്തിൽ എന്ത് ചെയ്യുക, വൈഫിനെ നിർത്തണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ നിരന്തരമായി ആവശ്യപ്പെട്ട് പോയാലും പിന്നെ ഭാര്യ ഏറ്റെടുത്തു. അതായത് ഈ ബാറ്റിലൊക്കെ കൈമാറുന്ന പോലെ ഭർത്താവ് ഭാര്യക്ക് കൈമാറാണ് വാർഡല്ലേ? അവർ ആഗ്രഹിച്ചുകൊണ്ടല്ല, പക്ഷെ എന്ത് ചെയ്യുക, ജനങ്ങളുടെ ഒരു താല്പര്യം മാനിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാണ് ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ ഈ വാർഡിൽ ചെയ്യാൻ സാധിച്ചു. അതിൽ 1,70,00,000 സർക്കാരിന്റെ ഒരു ദുരന്ത നിവാരണ ഫണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. പിന്നെ MLA-യുടെ ഭാഗത്ത് നിന്ന് 60 ലക്ഷം രൂപ ഈ വാർഡിലേക്ക് ചെലവഴിക്കാൻ സാധിച്ചു വിവിധ പദ്ധതികൾക്കായി. പിന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിന്റെ 35 ലക്ഷം രൂപ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പിന്നെ 10 ലക്ഷം രൂപ തുടങ്ങി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അതൊക്കെ മാക്സിമം പരിഹരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കൂട്ടായ പ്രവർത്തനമാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിലവിലെ സ്ഥാനാർത്ഥി ഇനി വാർഡ് മെമ്പർ ആകാൻ പോകുന്ന അസ്മ, അതെ, എങ്ങനെയുണ്ട് ആളുകളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം? നമ്മള് ഓരോ വീടുകളിൽ ചെല്ലുമ്പോ അവിടെയുള്ള ആളുകളൊക്കെ എല്ലാവർക്കും ജലാൽ മെമ്പർ ഓരാണ് കണ്ട്, ഓരാണ് നല്ല പരിചയം ഇതൊക്കെ. അപ്പൊ അത് എന്താ ചെറിയ കുട്ടികളാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരറിയാം. നല്ലൊരു ഇതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. ഭാര്യയാണെന്ന് പറഞ്ഞു ചെല്ലുമ്പോ തന്നെ പിന്നെ എന്നോട് പറഞ്ഞ മെമ്പർ ഭാര്യയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നെ ഇതാക്കുന്നത്. എന്താ വെച്ചാൽ അവരെ നല്ല പരിചയമുണ്ട് എല്ലാ ആളുകൾക്കാണെങ്കിലും. നമുക്കൊരു വീട്ടിൽ നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. മെമ്പർ തുടർച്ചയായി അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി ഇവിടേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രചരണ രംഗത്ത് അവർ മുന്നേറുന്നത്.